രാജ്ഞിയുടെ സൗന്ദര്യം നാടെങ്ങും പ്രശസ്തം. ആടയാഭരണങ്ങൾ തികച്ചും ഒരറിയപ്പെട്ടു തന്നെ. പ്രശംസ കേൾക്കുന്നത് സുഖമുള്ളത് തന്നെ. എന്നാലും സഖി, ഏറെയായാൽ അമൃതും വിഷമെന്നാണല്ലോ. ഞങ്ങൾ പറഞ്ഞത് സത്യം. റാണി ഒരിക്കൽ വിരുന്നും കെങ്കേമം തന്നെ. വസ്തി രാജ്ഞി ഭാഗ്യവതി എന്ന് ഈ നാട്ടിലെ സ്ത്രീകളെല്ലാം പാടി നടക്കുന്നുണ്ട്. അംഗീകാരം അതേതിലായാലും അഭിമാനമാണ്. സൗന്ദര്യം ഒരു സ്ത്രീയെ സംബന്ധിച്ച് സന്തോഷത്തിനും ദുഃഖത്തിനും കാരണഹേതുവുമാണ്. സഖിമാരെ, നിങ്ങളും സൗന്ദര്യമുള്ളവർ തന്നെ. ഈ ആടയാഭരണങ്ങൾ നിങ്ങളെ എന്നേക്കാളും സൗന്ദര്യവതികളാക്കും, തീർച്ച. വസ്തിരാജ്ഞി നീണാൾ വാഴട്ടെ. എന്താ സഖി വിശേഷം? രാജാവ് പ്രഭുക്കന്മാർക്ക് വിരുന്ന് കഴിക്കുന്നത് രാജ്ഞിക്ക് അറിവുള്ളതാണല്ലോ. അതെ, രാജ്യത്തിന്റെ മഹത്വം നാല് ദിക്കിലുമുള്ളവർ അറിയട്ടെ. രാജാവ് ഷണ്ഡന്മാർക്ക് കൽപ്പന കൊടുത്തിരിക്കുന്നു. ജനങ്ങളെയും പ്രഭുക്കന്മാരെയും രാജ്ഞിയുടെ സൗന്ദര്യം കാണിക്കേണ്ടതിന് രാജകിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുചെല്ലണമെന്നുള്ളതാണ്. എന്ത്? എല്ലാവരും വീഞ്ഞു കുടിച്ച് ആനന്ദമായിരിക്കുമ്പോൾ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഞാൻ ഈ നാടിന്റെ രാജ്ഞിയാണ്. അതുകൊണ്ടേ ഞാനൊരു സ്ത്രീയാണ്. സ്ത്രീ സൗന്ദര്യം എന്താ പ്രദർശന വസ്തുവോ? മദ്യപ സദസ്സിലെ കാഴ്ച വസ്തുവോ സ്ത്രീ സൗന്ദര്യം? തൊഴി, ഞാൻ വരുന്നില്ല എന്നറിയിച്ചേക്കും. തമ്പുരാട്ടി, അങ്ങ് പോയില്ലെങ്കിൽ രാജകൽപ്പനയോട് ധിക്കാരമാവില്ലേ? അതേ സഖി, എനിക്കറിയാം. ഇനി എന്തു തന്നെ സംഭവിച്ചാലും വീഞ്ഞു കുടിച്ച് മക്തരായിരിക്കുന്ന ഒരു സഭയിൽ, അത് രാജാക്കന്മാരുടേതായാലും പ്രമുഖന്മാരുടേതായാലും, അവർ ആസ്വദിക്കുവാനുള്ളതല്ല ഒരു സ്ത്രീയുടെ സൗന്ദര്യം. അതവളുടെ ആത്മാഭിമാനത്തിൽ നിൽക്കുന്ന മുറിവാണ്. പ്രദർശന വസ്തുവല്ല സ്ത്രീ ശരീരം. അതവൾ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന അവളുടെ സ്വകാര്യ അഭിമാനവും അഹങ്കാരവുമാണ്. രാജ്ഞി പറഞ്ഞതെല്ലാം സത്യം തന്നെ. എന്നിരുന്നാലും അതിന്റെ അനന്തര ഫലം ഓർക്കുമ്പോൾ എനിക്കില്ലാത്ത ഭയം നിങ്ങൾക്ക് വേണ്ട. ഒരു രാജ്ഞിയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഈ നാട്ടിൽ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ അവസ്ഥ എന്താണ്? പ്രതികരിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും എല്ലായ്പ്പോഴും മറുതരിപ്പല്ല, നിഷേധമല്ല, അതൊരു പ്രതിഷേധമാണ്. തൊഴി, പോയിക്കൊള്ളൂ. എന്റെ തീരുമാനം രാജാവിനെ അറിയിക്കുവാൻ ഏർപ്പാട് ചെയ്യും. എന്റെ അഹങ്കാരമെന്ന് ഒരുപക്ഷെ വിലയിരുത്തപ്പെട്ടേക്കാം. എനിക്കതിൽ ഖേദമില്ല. ഞാൻ പറഞ്ഞില്ലേ തൊഴി, സ്ത്രീകൾക്ക് സൗന്ദര്യം ചിലപ്പോൾ ദുഃഖത്തിനും കാരണമായേക്കുമെന്ന്. സംഭവിക്കേണ്ടത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കുക തന്നെ ചെയ്യും.